വ്യാഴാഴ്ചത്തെ ദീപിക വായിച്ചവർക്ക് ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തന്റെ മുറി ചാരിയിട്ട് പുറത്തിറങ്ങിയതുപോലെ തോന്നുന്നുണ്ട്. അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന ലേഖനത്തിൽ അത് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം നിശിദ്ധമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ 50 വർഷം മുൻപത്തെ അടിയന്തരാവസ്ഥയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ തരൂർ കൺമുൻപിലുണ്ടെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ ഒന്ന് നുള്ളി നോവിക്കുന്നതേയുള്ളൂ. സന്ദേഹമുണ്ടെങ്കിലും കോൺഗ്രസിനും BJPക്കും മധ്യേ നിൽക്കുന്ന തരൂർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള മുഹൂർത്തം തങ്ങളായിട്ട് കുറിച്ചു കൊടുക്കില്ലെന്ന് കോൺഗ്രസും കരുതുന്നുണ്ടാകും. അടിയന്തരാവസ്ഥയോടുള്ള വിയോജിപ്പല്ല ശശി തരൂരിന്റെ വിഷയം. അതായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ താൻ അനുഭവിച്ചതായി പറയുന്ന അഗാധമായ മരവിപ്പിൽ നിന്ന് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗത്വവും മന്ത്രിസ്ഥാനവും ഒക്കെ ഏറ്റെടുത്ത അദ്ദേഹം പാർട്ടിയിൽ അവഗണിക്കപ്പെടുകയും BJPയിൽ ഗണിക്കപ്പെടുകയും ചെയ്തെന്ന് ബോധ്യപ്പെട്ടപ്പോഴല്ല അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊള്ളേണ്ടിയിരുന്നത്. മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുന്ന ഏകാധിപത്യ ശൈലിയെയും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന നിരീക്ഷണങ്ങളെയും അദ്ദേഹത്തിന് തള്ളിക്കളയാനുമാകുമായിരുന്നില്ല. അരനൂറ്റാണ്ട് മുൻപത്തെ ജനാധിപത്യ വിരുദ്ധതയെ തിരിച്ചറിയുന്നവർ കൺമുൻപിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാതിരിക്കുകയോ? എന്ത് തീരുമാനിച്ചാലും സ്ഥാനങ്ങളോ നിലപാടോ ഏതാണ് മുഖ്യമെന്ന ചോദ്യം തരൂരിന്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്നും ഉണ്ടാകും. അദ്ദേഹം എഴുതിയ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ മാത്രമല്ല, വൈരുദ്ധ്യാത്മക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഇന്ത്യയും എന്ന മോദി ഭരണത്തെ വിമർശിക്കുന്ന ഗ്രന്ഥവുമൊക്കെ അദ്ദേഹത്തിന് ഭാരമായി മാറും. തരൂരിന്റെ ലേഖനത്തിൽ ഇങ്ങനെയുണ്ട്: നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ള അമിത അധികാരമുള്ള ഒരു എക്സിക്യൂട്ടീവിന് ജനാധിപത്യത്തെ വലിയ അപകടത്തിലാക്കാൻ കഴിയുമെന്നതാണ് മൂന്നാമത്തെ പാഠം. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായത്. ഈ നിരീക്ഷണം മോദിക്കെതിരാണെന്ന് വായനക്കാർക്ക് മനസ്സിലാകുമെങ്കിലും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്ന അത്ര മൂർച്ചയില്ലെന്ന് മാത്രമല്ല, പേര് പോലും ഉച്ചരിക്കുന്നുമില്ല. അതൊരു മുൻകരുതലാകാം. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതു മുതൽ BJP അദ്ദേഹത്തെ നോട്ടമിട്ടു. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച തരൂർ നേടിയ വോട്ടിന്റെ എണ്ണം നേതൃത്വത്തെ അമ്പരപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോയ സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിക്കാതിരുന്നിട്ടും BJP തരൂരിനെ ഉൾപ്പെടുത്തി. അന്തർദേശീയ വിഷയങ്ങളിലെ പരിജ്ഞാനം കണക്കിലെടുത്താൽ കോൺഗ്രസിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ തരൂരിനെ ഒഴിവാക്കിയത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മണ്ടത്തരമായി വിലയിരുത്തപ്പെട്ടു. പിന്നീട് തരൂരിന്റെ പ്രസ്താവനകൾ കൂടുവിട്ട് അനന്തവിഹായസിലേക്ക് പറക്കുന്ന പക്ഷിയുടേതുപോലെയായിരുന്നു. തരൂരിനെ അവഗണിച്ചതും BJPക്ക് മുതലെടുപ്പിന് അവസരം കൊടുത്തതും കോൺഗ്രസിൽ ഇനി ചർച്ചയാകില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് തരൂരിനുണ്ടായിരുന്ന UN അണ്ടർ സെക്രട്ടറി പദവിയോ അദ്ദേഹത്തിന്റെ ഭാഷാ ചരിത്ര പാണ്ഡിത്യമോ ജനങ്ങൾക്കിടയിലെ സ്വാധീനമോ അല്ല. കോൺഗ്രസിന് മുകളിൽ BJP നനച്ചു വളർത്താൻ ശ്രമിക്കുന്ന ഒരു മരം എന്നതായിരുന്നു പരിഗണനാ വിഷയം. കോൺഗ്രസിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇത്തരം ഒരാൾ തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ BJP വച്ച് പൊറപ്പിക്കുമോ എന്ന ചോദ്യവുമുണ്ട്. തരൂർ ദീപികയിൽ എഴുതിയ ലേഖനത്തെക്കുറിച്ച് തനിക്കും ചിലത് പറയാനുണ്ടെന്നും പക്ഷേ വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അവർ തീരുമാനിച്ചു കൊള്ളുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അടുത്ത തവണ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കോൺഗ്രസ് ശശി തരൂർ വിഷയം ഇവിടെ അലക്കിക്കുളം കലക്കില്ല. അടിയന്തരാവസ്ഥയിലേക്ക് തിരികെ വന്നാൽ 50ാം വാർഷികത്തിൽ ആ ചരിത്രം ചർച്ച ചെയ്യുന്നത് ചരിത്രത്തെ രാഷ്ട്രീയ കളിക്ക് ഉപയോഗിക്കാനല്ല, വർത്തമാനകാലത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയായി പരിവർത്തിപ്പിക്കാനാണ്. 1975 ആ കണ്ണാടിയിൽ തെളിയുന്ന 2025 ജനാധിപത്യത്തിന്റെ പ്രസന്നവദനമില്ല. കോൺഗ്രസിന് ജനാധിപത്യത്തെക്കുറിച്ച് അന്നത്തെ ആഭ്യന്തര ഭീഷണിയുടെയും വിദേശ ഗൂഢാലോചനയുടെയും അട്ടിമറി സാധ്യതയുടെയും ജനാധിപത്യ ഭീഷണിയുടെയും ഒക്കെ ന്യായങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും ജനത്തിന് സ്വീകാര്യമായിട്ടില്ല. ഇന്ദിരയെയും കോൺഗ്രസിനെയും ജനം തള്ളിക്കളഞ്ഞുമില്ല. അടിയന്തരാവസ്ഥയെ എതിർത്ത പ്രതിപക്ഷ കൂട്ടായ്മ പിന്നീട് തരിപ്പണമാകുന്നതും ഇന്ദിര തിരിച്ചു വരുന്നതും രാജ്യം കണ്ടു. 50ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയ മുഖപ്രസംഗത്തിലെ വാക്കുകൾ ആവർത്തിക്കട്ടെ: കോൺഗ്രസ് മറക്കരുത്, ഇന്ദിര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും അവർ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 77-ൽ അൻപെ പരാജയപ്പെട്ടെങ്കിലും അടുത്ത തവണ ജനം തെരഞ്ഞെടുത്തു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. 1976-ൽ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിര മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തി. ഏകാധിപത്യത്തിലേക്ക് വഴുതിയെങ്കിലും വീഴാതെ തിരിച്ചെത്തിയ കോൺഗ്രസ് 50ാം വാർഷികത്തിലെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയെ നേരിടാൻ കരുത്തേറുമായിരുന്നു. ഇന്ദിരയും മോദിയും രാഹുലും ശശി തരൂരും ഒന്നുമല്ല. ഈ രാജ്യത്തിന് വിഷയം ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അതിന്റെ ജനാധിപത്യ ശിരസ്സാണ്. അത് താഴരുതേ എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം ദീപിക പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ടാണ് വിയോജന കുറിപ്പുകൾക്കും ഇതിലിടമുള്ളത്. അതെ, അടിയന്തരാവസ്ഥ ഒരു വാക്കല്ല, ചിലപ്പോൾ എഴുതപ്പെടാത്തൊരു വാറണ്ടുമാകാം. തരൂരിന്റെ അടിയന്തരാവസ്ഥയല്ല, രാജ്യത്തിന്റെ അവസ്ഥയാണ് ചർച്ച ചെയ്യേണ്ടത്.